അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വടികപ്പുളി നാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. രണ്ട് വിധത്തിൽ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് കൂട്ടി തീർക്കേണ്ടതും, മറ്റേത് ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റുന്നതുമായത്. പച്ച കളറിലുള്ളതോ മഞ്ഞ കളറിലുള്ളതോ ഏതുമാവാം അച്ചാറിന് വേണ്ടി എടുക്കുന്നത്. 3 ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. തൊലി കളയാതെയും അച്ചാറുണ്ടാക്കാം. ഞാനിവിടെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ഈ സീഡ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നന്നായി താഴ്ത്തിയിട്ട് വേണം ചെത്തിക്കളയാൻ വേണ്ടിയിട്ട്. ഈ അച്ചാറില് ഇതിന്റെ ഒരു കുരുവും പെടാൻ പാടില്ല. കുരു പെട്ട് കഴിഞ്ഞാൽ അച്ചാറിന് കയ്പ്പ് രസം കൂടും. പൊതുവെ ഈ അച്ചാറിന് ഒരു കയ്പ്പ് രസം ഉണ്ട്. ഒട്ടും കയ്പില്ലാതെ ഈ അച്ചാർ ഇടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അച്ചാർ ഉണ്ടാക്കിയ ഉടനെ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും, ചെറിയ തോതിലെങ്കിലും. പിന്നെ ഇത് ഇരിപ്പ് സമയം കൊണ്ടാണ് ഇതിന്റെ കയ്പ്പ് രസം മാറുന്നത്. നമ്മൾ കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആ അച്ചാർ നമ്മൾ സൂക്ഷിപ്പ് കാലം കൊണ്ട് ഇതിന്റെ കയ്പ്പ് രസം മാറി. അതാണ് ഇതിന്റെ കണക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സീഡ് പോലും ഈ അച്ചാറിൽ പെടരുത് കേട്ടോ. തന്നെയല്ല, സീഡ് മുറിഞ്ഞു ചേരരുത്. മുറിഞ്ഞു ചേർന്നാലാണ് കൂടുതൽ കയ്പ്പ് രസം വരിക എന്നാണ് പറയണത്. അങ്ങനെ മുഴുവനായും ഇതേ കാണുന്ന രീതിയിൽ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുക. ഇതിപ്പോ മുഴുവനായിട്ട് മുറിച്ചെടുത്തു. ഇതിന്ന് ചെറിയൊരു ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ശകലം മാറ്റി വെക്കുക. ഏത് രീതിയാണെങ്കിലും ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കണം. വലിയ പാത്രത്തിലേക്ക് 2 ടീസ്പൂണും ചെറിയ പാത്രത്തിലേക്ക് 1 ടീസ്പൂണും ഉപ്പാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂർ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് നീരൊക്കെ ഇറങ്ങി വരും. ശേഷം ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറിന്റെ പണി തുടങ്ങാം. അതിനായിട്ട് ഇതിലേക്ക് 2 അച്ചാറിലേക്കും കൂടിയുള്ളതാണ് ഇത്. കാന്താരി മുളക് എത്രന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25-30 ഒക്കെ ഉണ്ടാവും. ഇതിന്റെ പകുതിയിൽ മുറിച്ചെടുക്കുക. അതിന്ന് ശകലം ചേർത്ത് കൊടുക്കുക. ശകലം കറിവേപ്പില കഷ്ണങ്ങളാക്കിയത്, 1/2 ടീസ്പൂണോളം കടുക് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഉലുവ പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂണോളം താഴെയായിട്ട് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. 1-2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ യോജിപ്പിച്ചു കൊടുക്കുക. ഈ അച്ചാറിലേക്ക് സാധാരണഗതിയിൽ കടുക് വറുത്തിടലോ എണ്ണ ഒഴിക്കലോ ഒന്നുമില്ല. ഇത് കാരണം ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇത് സദ്യ സ്റ്റൈലിലുള്ള ഒരു അച്ചാറാണ്. ഇതിന്റെ സൂക്ഷിപ്പുകാലം 2 ദിവസം, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെ. ഇനി അടുത്ത അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി ചൂടായാൽ അതിലേക്കായിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് വെളുത്തുള്ളിയാണ് ഇട്ട്. ഇത് 3 കുടം വെളുത്തുള്ളിയുണ്ട്. ഇത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നെടുക് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് വേവരുത് കേട്ടോ. നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. വെളുത്തുള്ളി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് നേരത്തെ കാണിച്ച കാന്താരി മുളക് കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്കായിട്ട് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതൊക്കെ കൂടെ ഈ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കൂടിക്കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അച്ചാറിലെ ആവശ്യാനുസരണം 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അച്ചാറിൽ എരിവും ഉപ്പും മുന്നിട്ട് നിൽക്കണം. പിന്നെ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തത് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിന്റെ സൂക്ഷിപ്പുകാലം വർഷങ്ങളോളം നിൽക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെ സൂക്ഷിക്കണം? നമ്മൾ അച്ചാറുണ്ടാക്കി അത് മാറ്റുന്ന കുപ്പി ഉണ്ടല്ലോ, ഭരണി. ആ ഭരണി നന്നായി കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഈ ഭരണിയുടെ ഉൾഭാഗം ഒന്നുകൂടെ വൃത്തിയാക്കണം. ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം. ഒട്ടും വെള്ളത്തിന്റെ അംശം പാത്രത്തിലില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് അച്ചാർ ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അച്ചാർ എടുക്കുന്ന സമയത്ത് നനഞ്ഞൊരു സ്പൂൺ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അച്ചാർ ചീത്തയായി. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ അച്ചാറിനെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.